അവസാനം ഒരു 4 മാർക്കിന്റെ അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, സെക്കൻഡ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്, രണ്ടാമത്തെ ടേം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് 5. കുഴപ്പമില്ലല്ലോ. യെസ്, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, ആദ്യത്തെ 6 ടേമിന് സം എത്രയാന്ന് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് 60. കുഴപ്പമില്ല. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? അതായത് നമുക്ക് രണ്ടാമത്തെ ടേമും അതുപോലെ തന്നെ ഫിഫ്ത്ത് ടേമും കൂടി കൂട്ടിയാൽ എത്രയെന്ന് കിട്ടണം. എടാ ഞാൻ ചോദിക്കട്ടെ, 6 എണ്ണത്തിന്റെ സമ്മ് 60 ആണെങ്കിൽ എത്ര പേരുണ്ടാക്കാൻ പറ്റും? നമുക്ക് 3 പേരുണ്ടാക്കാൻ പറ്റും. എത്ര പേര്? 3 പേരുണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പേർ എത്ര ആയിരിക്കടാ? 1 പെയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പറഞ്ഞേ, 1 പെയർ ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 3. 16നെ 3 പേരാക്കി മാറ്റാൻ പറ്റും. സോ 1 പെയർ ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. അപ്പൊ 2 സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂട്ടിയാൽ എത്രയാ? അത് 20. ഒരു പേരല്ലേ? യെസ്, കിട്ടിപ്പോയി. സോ നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫിഫ്ത്ത് ടേം എന്താണെന്ന് ചോദിച്ചത്. എടാ സെക്കൻഡ് ടേം 5 ആണെന്ന് നമുക്കറിയാം. ഫിഫ്ത്ത് ടേം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 5 പ്ലസ് ഫിഫ്ത്ത് ടേം എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 20. ആ പ്ലസ് 5 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോയാൽ എന്താവും? -5 ആവും. സോ ദ ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു 15. ഫിഫ്ത്ത് ടേം കിട്ടിയില്ലേ? ദാറ്റ് ഈസ് 15. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, എടാ എന്താണ് ആദ്യത്തെ 15 ടേമിന്റെ സമ്മ് എന്നാ ചോദിച്ചത്. സാറ് ചോദിക്കട്ടെ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്, ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 8th ടേം എന്തായിരിക്കും? ഒന്ന് നോക്കടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3D കൂട്ടി. അവിടെ സാറ് പറഞ്ഞു സെക്കൻഡ് ടേമിൽ നിന്നും 3D കൂട്ടിയപ്പോൾ ഫിഫ്ത്ത് ടേം കിട്ടി. ഫിഫ്ത്ത് ടേമിൽ നിന്നും 3D കൂട്ടിയാൽ എന്ത് കിട്ടും? 8th ടേം കിട്ടും. ഇവിടെ 5ൽ നിന്ന് നമ്മൾ 10 ആണ് കൂട്ടിയത്. അപ്പൊ 15 എത്ര കൂട്ടേണ്ടി വരും? 10 കൂട്ടണം. 15നോട് 10 കൂട്ടിയാൽ 25. എത്ര 5? 25. അതായത് നമുക്ക് 8th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. സാറ് ചോദിക്കട്ടെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചതാണ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് 8th ടേം ആണ്. 8th ടേം ഇൻറ്റു 15 ചെയ്താൽ മതി. 8th ടേം എന്ന് പറയുന്നത് 25 ആണ്. 25നെ 15നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് ആൻസർ? പെട്ടെന്ന് ആൻസർ കമന്റ് ബോക്സിൽ ഇടാ.